കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ പുണ്യകേന്ദ്രമായ ശബരിമലയിലെ സ്വർണം മോഷണം പോയ സംഭവം കേവലം ഒരു മോഷണ കേസ് എന്നതിലുപരി വലിയൊരു സാമ്പത്തിക തട്ടിപ്പിന്റെയും ഗൂഢാലോചനയുടെയും കേന്ദ്രമായി മാറിയിരിക്കുന്നു. ഈ കേസിലെ അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആഗോള അയ്യപ്പ സംഗമം എന്ന വലിയൊരു പരിപാടിയുടെ സാമ്പത്തിക ഇടപാടുകളിലേക്കാണ്. ഭക്തിയെയും വിശ്വാസത്തെയും മുൻനിർത്തി നടത്തിയ ഒരു സംഗമത്തിന്റെ മറവിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കാൻ ശ്രമിച്ചോ എന്നതാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നത്. കോടതിയിൽ സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടുകൾ പ്രകാരം ലക്ഷക്കണക്കിന് രൂപയുടെ ഫണ്ട് വിനിയോഗത്തിൽ വലിയ തോതിലുള്ള ദുരൂഹതയും സുതാര്യത കുറവും നിലനിൽക്കുന്നു. ശബരിമലയിലെ തിരുവാഭരണങ്ങളോടും സ്വർണത്തോടും ബന്ധപ്പെട്ട വസ്തുക്കൾ മോഷ്ടിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് ആദ്യഘട്ട അന്വേഷണം നടന്നത്. എന്നാൽ പ്രതികളെ പിടികൂടിയതോടെ ഇതിന് പിന്നിൽ വലിയൊരു സംഘം പ്രവർത്തിക്കുന്നത് വ്യക്തമായി. പ്രതികൾക്ക് ലഭിച്ച സാമ്പത്തിക സഹായത്തെക്കുറിച്ച് നടത്തിയ അന്വേഷണമാണ് SIT ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സംഘാടക സമിതിയിലേക്ക് എത്തിച്ചത്. സ്വർണം മോഷ്ടിച്ച ശേഷം അത് വിറ്റുകിട്ടിയ പണം ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിച്ചിട്ടുണ്ടോ എന്നതാണ് പോലീസിന്റെ പ്രധാന സംശയം. മോഷണ സ്വർണം ഉരുക്കി വിൽക്കുകയും ആ തുക ഭക്തരിൽ നിന്ന് ശേഖരിച്ച സംഭാവന എന്ന പേരിൽ സംഗമത്തിന്റെ അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയും ചെയ്തു എന്നാണ് ശാസ്ത്രീയമായി പരിശോധിക്കുന്നത്. ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരെ ഒരുമിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. ഇതിനായി വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വലിയ തോതിൽ ഫണ്ട് ശേഖരിച്ചു. ഇത്തരത്തിൽ ശേഖരിച്ച കോടിക്കണക്കിന് രൂപയുടെ കൃത്യമായ കണക്കുകളോ രസീതുകളോ ഹാജരാക്കാൻ സംഘടനകൾക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് SIT റിപ്പോർട്ടിൽ പറയുന്നു. ഭൂരിഭാഗം ഇടപാടുകളും ബാങ്ക് അക്കൗണ്ടുകൾ വഴിയല്ല നടന്നത്. പകരം നേരിട്ട് കൈപ്പറ്റിയ വലിയ തുകകൾ എവിടെ നിന്ന് വന്നു എന്നതിനെക്കുറിച്ച് സംഘാടകർക്ക് വ്യക്തമായ മറുപടിയില്ല. ഇത് കള്ളപ്പണം വെളുപ്പിക്കുന്നതിനായുള്ള നീക്കമായിരുന്നുവെന്ന് പോലീസ് സംശയിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ സംഗമത്തിന്റെ സംഘാടക സമിതിക്കെതിരെ കടുത്ത പരാമർശങ്ങളാണ് ഉള്ളത്. ഭക്തരിൽ നിന്ന് സമാഹരിച്ച തുക സംഗമത്തിന്റെ ആവശ്യങ്ങൾക്കല്ല ഉപയോഗിച്ചതെന്നും അത് വ്യക്തിപരമായ നേട്ടങ്ങൾക്കോ മറ്റു നിഗൂഢമായ ആവശ്യങ്ങൾക്കോ വേണ്ടി വകമാറ്റി ചെലവഴിച്ചതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. അന്വേഷണം തുടങ്ങുമെന്ന് കണ്ടപ്പോൾ പല സാമ്പത്തിക രേഖകളിലും സംഘാടകർ കൃത്രിമം കാട്ടിയതായി പോലീസ് കണ്ടെത്തി. പല വ്യാജ ബില്ലുകളും പിന്നീട് നിർമ്മിച്ചവയാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായിട്ടുമുണ്ട്. സ്വർണ്ണക്കൊള്ള നടത്തുന്നതിനായി പ്രതികൾക്ക് സാങ്കേതികവും സാമ്പത്തികവുമായ സഹായം നൽകിയത് സംഘാടക സമിതിയിലെ ചില പ്രമുഖരാണെന്ന് SIT സംശയിക്കുന്നു. മോഷണം നടന്ന ദിവസങ്ങളിലെ സംഘാടകരും പ്രതികളും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണങ്ങളുടെ രേഖകൾ ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ശബരിമല പോലുള്ള പുണ്യസ്ഥലവുമായി ബന്ധപ്പെട്ട കേസായതിനാൽ ഹൈക്കോടതി അതീവ ഗൗരവത്തോടെയാണ് ഈ വിഷയത്തെ കാണുന്നത്. ഹൈക്കോടതിയുടെ കർശന നിരീക്ഷണത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഭക്തർ നൽകിയ പണം എങ്ങോട്ടാണ് പോയതെന്ന് വ്യക്തമാക്കാൻ സംഘാടകർക്ക് ബാധ്യതയുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. അന്വേഷണത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും പാടില്ലെന്നും ഓരോ പൈസയുടെ ഉറവിടം കണ്ടെത്തണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി സംഘാടക സമിതിയിലെ പ്രധാന ഭാരവാഹികളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പോലീസ് വിശദമായി പരിശോധിച്ചു കഴിഞ്ഞു. പലരുടെയും വ്യക്തിഗത അക്കൗണ്ടുകളിലേക്ക് സംഗമത്തിന്റെ പേരിൽ വന്ന തുകകൾ മാറിയതായി കണ്ടെത്തിയിട്ടുമുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഭാരവാഹികളെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തും. നിലവിൽ ലഭിച്ചിരിക്കുന്ന ഡിജിറ്റൽ തെളിവുകളുടെയും ബാങ്ക് രേഖകളുടെയും അടിസ്ഥാനത്തിൽ സംഘാടക സമിതിയിലെ ചില ഉന്നതർ അറസ്റ്റിലായിരിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ശബരിമല അയ്യപ്പന്റെ പേരിൽ നടക്കുന്ന ഇത്തരം തട്ടിപ്പുകൾ സാധാരണക്കാരായ ഭക്തരിൽ വലിയ വേദനയുണ്ടാക്കുന്നുണ്ട്. ഭക്തിയുടെ മറവിൽ സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് ഭക്ത സംഘടനകളുടെ ആവശ്യം. ആഗോള അയ്യപ്പ സംഗമം പോലുള്ള പരിപാടികൾ വിശ്വാസത്തെ സംരക്ഷിക്കാനല്ല, മറിച്ച് സാമ്പത്തിക ലാഭത്തിനായാണ് ഉപയോഗിക്കപ്പെട്ടതെന്ന കണ്ടെത്തൽ വരും കാലങ്ങളിൽ ഇത്തരം പരിപാടികളുടെ വിശ്വസ്തതയെ ബാധിക്കും. ഈ കേസ് അന്വേഷിക്കുന്നതിൽ പോലീസിന് പല വെല്ലുവിളികളും നേരിടേണ്ടി വരുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പണം അയച്ചവരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ അന്താരാഷ്ട്ര അന്വേഷണ ഏജൻസികളുടെ സഹായം ആവശ്യമായി വരും. പല വാട്സപ്പ് സന്ദേശങ്ങളും ഇമെയിലുകളും നശിപ്പിക്കപ്പെട്ട നിലയിലാണ്. ഇവ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് സൈബർ വിഭാഗം. സംഘടനാ സമിതിയിലെ ചിലർക്ക് രാഷ്ട്രീയ ബന്ധമുള്ളതിനാൽ അന്വേഷണം അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഹൈക്കോടതിയുടെ ഇടപെടൽ അന്വേഷണത്തിന് കരുത്തു പകരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കേവലം ഒരു മോഷണത്തിൽ ഒതുങ്ങുന്നതല്ലെന്ന് ഇപ്പോൾ വ്യക്തമാണ്. അത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സാമ്പത്തിക ക്രമക്കേടുകളിലേക്കും അതിലൂടെ വലിയൊരു സാമ്പത്തിക തട്ടിപ്പിലേക്കും നീളുകയാണ്. ഭക്തരുടെ പണവും അയ്യപ്പന്റെ സ്വർണം അപഹരിച്ചവർ എത്ര ഉന്നതരായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. SITയുടെ അന്വേഷണം പൂർത്തിയാകുന്നതോടെ കേരളം കണ്ട വലിയൊരു സാമ്പത്തിക ക്രമക്കേടിന്റെ പൂർണ്ണരൂപം പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നീതി നടപ്പിലാക്കുന്നത് വരെ ഭക്തലക്ഷങ്ങൾ ഈ കേസിലെ ഓരോ നീക്കവും ജാഗ്രതയോടെ നിരീക്ഷിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.